കൊല്ലത്തെ നടുക്കി 3.5 മണിക്കൂർ മുൻപ്, അതായത് 7 മണിക്ക് നടന്ന ഒരു ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക് നമ്മൾ നേരെ പോവുകയാണ്. അവിടെ ഒരു 20-കാരനെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. ഫാത്തിമ മാതാ കോളേജിലെ BCA വിദ്യാർത്ഥി ഫെബിൻ ജോർജാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഫെബിന്റെ സഹോദരിയുടെ സുഹൃത്ത് തേജസ് രാജാണ് കൊലപാതകി. കൊലപാതകത്തിന് പിന്നാലെ തേജസ് രാജ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി 7 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. കാറിലെത്തിയ തേജസ് രാജ് ഫെബിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ആ വീട്ടിലേക്ക് പെട്രോൾ ഒഴിക്കുന്നു. പുറത്തിറങ്ങി വന്ന ഫെബിനെ കുത്തിക്കൊല്ലുകയായിരുന്നു. ഫെബിന്റെ അച്ഛനും കുത്തേറ്റു. കുത്തുകിട്ടിയ ഫെബിൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ഉടൻ തന്നെ കുഴഞ്ഞു വീണു. ആ ദൃശ്യങ്ങളും അതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് ഫെബിൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നതും വീടിന് തൊട്ടടുത്ത് തന്നെ മതിലിനോട് ചേർന്ന് വീഴുന്നതുമാണ് ദൃശ്യങ്ങളിൽ. ഉടൻ തന്നെ ഇത് കണ്ട് ആളുകൾ ഫെബിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രാത്രി 7 മണിക്ക് നടന്ന കൊലപാതകത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3.5 മണിക്കൂർ മുൻപ് കൊല്ലം നഗരമധ്യത്തോട് ചേർന്ന് തന്നെ ഉളിയക്കോവിൽ നടന്ന കൊലപാതകത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ. ഫെബിൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. മതിലിനോട് ചേർന്ന് വീഴുന്ന ദൃശ്യങ്ങൾ. ഉളിയക്കോവിലെ വീട്ടിൽ നിങ്ങളുടെ കൊല്ലം റിപ്പോർട്ടർ മിഥുൻ സുധാകരൻ. മിഥുൻ, എന്താണ് കൊലപാതകത്തിന് കാരണം? പോലീസ് എന്താണ് പറയുന്നത്? തേജസ് രാജിന്, അതായത് കൊലപാതകിയായ തേജസ് രാജിന് ഈ ഫെബിനോട് അല്ലെങ്കിൽ ഈ കുടുംബത്തോട് ശത്രുത വരാൻ കാരണമെന്ത്? തേജസ് രാജും ഫെബിന്റെ സഹോദരിയും ഒന്നിച്ച് പഠിച്ചവരാണെന്ന വാർത്ത, ആ റിപ്പോർട്ട് മാത്രമാണ് നിലവിൽ നമ്മുടെ മുന്നിലുള്ളത്. മിഥുൻ, ആദർശ്, ഈ കുടുംബത്തെയും അതുപോലെ തന്നെ ഈ കൊലപാതകിയായിട്ടുള്ള, അതായത് ഈ കൊലപാതകത്തിന് ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത തേജസ് രാജിനെയും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു വിവരം എന്ന് പറയുന്നത്, നിലവിൽ പുറത്തുവന്ന വിവരം എന്ന് പറയുന്നത്, ഈ തേജസ് രാജും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയും ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ് എന്നതാണ്. എന്തായാലും അതൊക്കെ ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളിലേക്ക് എത്തുമോ എന്ന് തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും വലിയ ഞെട്ടലോടുകൂടി ആണ് ഈ രാത്രി കടന്നു പോകുന്നത്. ഇന്ന് രാത്രി 7 മണിക്കാണ് ഈ ഉളിയകോവിലെ നമ്മൾ ഈ കാണുന്ന വീട്ടിലേക്ക് തേജസ് രാജ് എത്തുന്നത്. അത് സമീപത്ത് തന്നെയുള്ള ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഇത് ഈ ഒരു ദൃക്സാക്ഷി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിന് മുൻപുള്ള ഒരു സമയം പോലീസിനോട് കണ്ട കാര്യം പറഞ്ഞത്, ഇയാൾ മുഖം മറച്ചാണ് വന്നതെന്നാണ്. അതായത് ബുർഖ പോലത്തെ ഒരു തുണി തലയ്ക്ക് മുകളിലൂടെ ഇട്ടാണ് ഇതുവഴി വന്നതെന്നാണ് പോലീസിനോട് ആ കുട്ടി പറഞ്ഞത്. എന്തായാലും അതൊക്കെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഉളിയകോവിലെ ഈ വീട്ടിലേക്ക് തേജസ് രാജ് എത്തുന്നു. അതിനുശേഷം വാതിലിൽ മുട്ടുന്നു. അച്ഛനാണ് ആദ്യം വരുന്നത്. അച്ഛനെ ആദ്യം ആക്രമിച്ചു. അതിനുശേഷമാണ് ഫെബിനെ ആക്രമിക്കുന്നത്. ഫെബിന്റെ നെഞ്ചത്താണ് കുത്തുള്ളത്. നെഞ്ചത്ത് പലതവണ കുത്തി. ആഴത്തിലുള്ള മുറിവാണ് ഏറ്റത്. അങ്ങനെയാണ് ചോര ഒരുപാട് വാർന്നു. ഈ സമീപ പ്രദേശങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചോരയിൽ കുളിച്ചു കിടക്കുകയാണ്. ആ വാതിൽ മുതൽ, അതുപോലെ തന്നെ ആ പടിക്കെട്ട് മുതൽ, നമ്മൾ ഈ കാണുന്ന ഈ ഗേറ്റിന് സമീപത്തെ ആ മതില്, അതിനോടൊപ്പം തന്നെ ഈ റോഡ് എല്ലാം ചോരയിൽ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ റോഡിലേക്ക് ഫെബിൻ ഇറങ്ങി ഓടുകയായിരുന്നു. ഈ സമീപത്ത് തന്നെയുള്ള വീടിന് മുന്നിലുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യം ഈ ബഹളം കേട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോഴേക്കും ഫെബിൻ ഓടി എത്തിയത് ആ മതിലിന്റെ അടുത്തായിരുന്നു. ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അവശനായി, തളർന്നു, പേടിച്ച് നിസ്സഹായനായി ഫെബിൻ അവിടെ വീഴുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഫെബിനെ ഇവിടെ നിന്നും പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ആ ബക്കറ്റ് വെച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കത്തി കണ്ടെത്തിയ സ്ഥലമാണ്. അതായത് ഫെബിനെയും അതുപോലെ തന്നെ അച്ഛനെയും ആക്രമിക്കാനായിട്ട് ഈ പ്രതിയായിട്ടുള്ള തേജസ് ഉപയോഗിച്ച് കത്തി കണ്ടെത്തിയത് ഈ സ്ഥലത്താണ്. ആ ബക്കറ്റ് വെച്ചിരിക്കുന്ന സ്ഥലത്താണ് ആ കത്തി ഉള്ളത്. പോലീസ് മറ്റ് നടപടിക്രമങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് മാർക്ക് ചെയ്ത് മാറ്റിയിരിക്കുന്നു. നാളെ ഇനി കൂടുതൽ പരിശോധനകൾ നടക്കും. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ 7 മണിയോടുകൂടി ഈ പ്രതി ഈ വീട്ടിലേക്ക് എത്തുന്നു. ആദ്യം അച്ഛനെ ആക്രമിക്കുന്നു. അതിനു മുമ്പ് ഈ പ്രതിയുടെ കൈവശം ഒരു ദ്രാവകം ഉണ്ടായിരുന്നത് പെട്രോൾ ആണ് എന്ന ഒരു നിഗമനത്തിലാണുള്ളത്. പക്ഷേ അത് കൂടുതൽ വ്യക്തമല്ല. അത് പരിശോധിച്ച് വരികയാണ്. ആ ദ്രാവകം ആദ്യം ഒഴിക്കുന്നത്, അതായത് ഒരുപക്ഷെ ഈ ദ്രാവകം ഒഴിച്ച് ദേഹത്തൊഴിച്ച് തീ കൊളുത്താനായിട്ടൊക്കെ ഉള്ളൊരു ശ്രമമായിരിക്കാം ആദ്യം നടന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും ചേർന്ന് തടഞ്ഞതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ച് പിന്നീട് കയ്യിൽ കരുതിയ കത്തി കൊണ്ട് കുത്തുകയായിരുന്നു എന്നൊരു സംശയമാണ്. അങ്ങനെ ഒരു അനുമാനമാണ് പോലീസിനുള്ളത്. എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അച്ഛനെ ആക്രമിച്ചു. അച്ഛന് നേരിയ പരിക്കാണുള്ളത്. കൊല്ലത്ത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അച്ഛനായിട്ടുള്ള ജോർജ് ഗോമസ് ചികിത്സയിൽ കഴിയുകയാണ്. അതിനുശേഷമാണ് ഫെബിനെ ആക്രമിക്കുന്നത്. ഗുരുതരമായിട്ട് പരിക്കേറ്റു. ഈ നെഞ്ചത്താണ് കുത്തേറ്റിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ കുത്തുകളുണ്ട്. അതും ആഴത്തിൽ കുത്തേറ്റു. അങ്ങനെയാണ് ചോര വാർന്നത്. അവിടെ നിന്നും ആ ഗേറ്റ് ഇറങ്ങി ഓടിയ ഫെബിൻ ഏറ്റവും ഒടുവിൽ വീഴുന്നത് ഈ ഭാഗത്താണ്. ആ മതിലിൽ ഈ ഫെബിൻ പിടിച്ചതിന്റെ ഒരു കാര്യം, അതായത് ആ ചോരപ്പാടുകളുണ്ട്. ആ നിലത്താകെ തന്നെ ചോര പടർന്നിട്ടുണ്ട്. ഇതിന് സമീപത്തുള്ള ഒരു CCTVയിലെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഇവിടെ അവശനായിട്ട് ഫെബിൻ വീഴുന്നു. അതിനുശേഷമാണ് ഈ സമീപത്ത് തന്നെയുള്ള ഈ വീട്ടിലെ അയൽക്കാരനായിട്ടുള്ള വ്യക്തി ഈ സമീപത്തുള്ളവരെയൊക്കെ വിളിച്ചറിയിക്കുന്നു. പോലീസിനെ വിളിച്ചറിയിക്കുന്നു. പോലീസ് സ്ഥലത്തെത്തുന്നു. അതിനു മുൻപ് തന്നെ ഫെബിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. പക്ഷേ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല.